ഹലോ, അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിദ്ദയിൽ തന്നെ ഏറ്റവും വലിയൊരു അക്വേറിയം ഉണ്ട്. ഫക്കെ അക്വേറിയം എന്നാണ് പറയുന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അറിയാമോ തന്നെ പോലെ ഞങ്ങൾ ചെന്നിറങ്ങിയ സമയം ഇത് നോമ്പ് മുറിക്കേണ്ട സമയം ആയതുകൊണ്ട് തന്നെ ഈ സ്ഥലസമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ. അതായത് ഒരു 7 മണിയായിട്ട് ഓപ്പൺ ആവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള കോർണിഷിൽ പോയി സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് പോവുകയാണ് കേട്ടോ. എനിക്ക് കുനിയുണ്ട്. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു സൺസെറ്റ് കണ്ടിട്ട് തന്നെ. കാര്യം പലപ്പോഴും നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് പോകുമെങ്കിലും ഒന്നെങ്കിൽ സൺസെറ്റ് കഴിഞ്ഞിട്ടായിരിക്കും എത്തുന്നത്. മിക്കവാറും അങ്ങനെയാണ് സൺസെറ്റ് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതിപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സൺസെറ്റൊക്കെ കണ്ടു. അതായത് ഒരുപാട് വർഷമായി ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ടിട്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ കുഞ്ഞിലെ എപ്പോഴോ കന്യാകുമാരി പോയപ്പോഴത്തേക്കും കണ്ടതാണ്. അതിനുശേഷം കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ക്യാമറയിൽ എത്രത്തോളം വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി കറക്റ്റ് വന്നിട്ടില്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഭംഗി നമ്മൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ. നല്ല രസമായിരുന്നു സൂര്യൻ ഇങ്ങനെ താന്ന് പോകുന്നത് കാണാനായിട്ട്. ഇവിടെ ഈ സമയത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് സൺസെറ്റ് കണ്ട് നോമ്പ് തുറക്കാനായിട്ട് ജിദ്ദയിൽ ഫാമിലി ആയിട്ട് എല്ലാവരും ഈ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എല്ലാവരും തിരിച്ചു പോയത് തന്നെ. അപ്പം നമ്മൾ അക്വേറിയം പിന്നെ രണ്ടാമത് വന്നിരുന്നു. എന്ത് കാണാൻ പോണ പിന്നെ? എന്തോന്ന് കാണാനാണ് പോകുന്ന? മീന്. ഇത്ര വലിയ മീനൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ കോമഡി ആവും അല്ലേ? തുറന്നില്ലേ? എവിടെ പോയി? പോവാ. അയ്യോ, നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടാ. കണ്ടാ കണ്ടാ ഓ മക്കളെ, മീന് കാണണം. എവിടെയാടി? നെത്തോലിയാടി? നെത്തോലി നെത്തോലി നെത്തോലി. എടി ഇതാണ് കത്തി അമ്പട്ടം പാര. അമ്പട്ടം പാര പരന്നിരിക്കണ്. ഇതൊന്നും ഒരു കൂട്ടത്തോടെ വന്ന് നോക്കുക. നല്ല രസമുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ വൻ കോമഡിയാണ്. ഞാൻ വയ്ക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനാണ്. ഇതാണ് ഇത്രയും കളി കണ്ടൊക്കെ തിന്നു. ഓണിച്ചു ഇവിടെ ഇവിടെ എഴുതി കാണും. എഴുതിയിട്ടുണ്ടായിരിക്കും. ജൈന്റ് ഓഫ് ഡീപ് സീ. ഏറ്റവും അടിയിലുള്ളതാണ്. ഇതിനെ തിന്നൂല. ഏറ്റവും അടിയിലുള്ളതിനൊക്കെ തിന്നു. തറയിൽ കിടക്കണല്ലേ ഈ ഞണ്ടികളൊക്കെ? പേടിയാണോ? എന്തിനു പേടിക്കണം? നമ്മുടെ ചൂരമീൻ കിടക്കണം. ചൂരമീൻ. ചൂരമീൻ അല്ല കേട്ടോ, ഫ്രഷ് വാട്ടറിലാണ് കേട്ടോ ഇത്. ഇത് ഫ്രഷ് വാട്ടർ. ചേട്ടാ ഇത് മുഷിയായിരിക്കോ? മുഷിയായിരിക്കോ? ഫ്രഷ് വാട്ടർ ആണ്. ഓ ആ സംഭവമാണോ? ഓ ആ മീന്. ഇത് അടുത്ത മീനാണേ. ഇതുപോലത്തെ മീൻ അരിയതില്. അയ്യോ ഇതെന്തിരി കേട്ടോ, തലയുള്ള ഇത് കൊമ്പുള്ള മീൻ കേട്ടോ.
ഞാൻ പാത്തെ അല്ലേ? മീനു. ഓ അത് കൊള്ളാം കേട്ടോ ആ സാധനം. ആ ശുണ്ടാപ്പി മീനുകളൊക്കെ ഉണ്ടടി. നോക്ക് മക്കൾ നോക്ക്. പൊടി മീൻ പിടിച്ചോ. ഇറങ്ങി പിടിച്ചോ മീനെ. വാ. എന്തോ വലിയ മീനാ. കുത്തി നിൽക്കണ മീൻ കൊള്ളാലേടി. മീനെ പിടിച്ചോ. അച്ഛൻ പിടിച്ച് കറി വെച്ച് തരും. ഇതിന്റെ മോന്തായിരിക്കും. അയ്യേ ക്ലോസപ്പ് ആയിട്ട് പറഞ്ഞിട്ട് എന്റെ വീഡിയോ എടുത്തത്. കൊള്ളാമോ മീനെ? പിടിച്ചോ. തക്കളിയാ പെട്ടെന്ന് പോവാൻ പറ. സ്പീഡ് കുറവെന്ന് പറ. ആ കൊച്ചായിരിക്കും ചേട്ടാ, അതാണ് കൂടെ നടക്കുന്നത്. കുഞ്ഞായിരിക്കും. ഇപ്പൊ പ്രസവിച്ചില്ല. അങ്ങനെ വിട്ട് മാറാതെ നിൽക്കണേ. ഒരു പ്രശ്നം. ഫ്ലാഷ് ഉണ്ടോ അതിനകത്തില്ല? അപ്പോ ഫ്ലാഷ് അടിച്ച മീനിന്റെ പ്രശ്നമാണോ? മീനേ ഇത് കോസ്റ്റൽ മാർവൽ. ഇത് പക്ഷെ കോസ്റ്റൽ മാർവൽ എന്ന് പറഞ്ഞിട്ട് ഒരു പടവില് കാണിച്ചിരിക്കണം. പല മീനുകളുണ്ടല്ലോ. ഓ ലൈറ്റ് ഇവിടെ വന്ന് നോക്കടി അങ്ങോട്ട്. ഓ അപ്പൊ അത് ഇതിനെ ഒട്ടി നടക്കണതാണ് കേട്ടാ ഫുഡിന് വേണ്ടിട്ട്. അതെന്താ കുത്തന ഒരു മീൻ ഓടിക്കൊണ്ടങ്ങ് പോയി. ചെങ്കലവ അല്ല കേട്ടാ. ആ നല്ല കറുപ്പത്. അതെ ഇതുകൊണ്ട് അതല്ലേ പച്ചയും കറുപ്പും കൂടെ ഉള്ളു. പച്ചയല്ലേ പയ്യനെ കൊണ്ടോ. അതിനൊക്കെ നല്ല കൂർത്ത പല്ലാണ് കേട്ടോ. എന്റെ ഒരു കടിയിട്ടിയാൽ മതിയാവുന്നു. സൂപ്പറായിരിക്കും. ഓ ഇതെന്താണ്? ഈല. ഇതാണെന്തോ മീനാണ് ഇത്. പക്ഷെ ആ മീൻ ഇതിൽ കണ്ടില്ലല്ലോ. പക്ഷെ ഇതിന് മുള്ളുള്ള എന്തെങ്കിലും ഒരു മീനുണ്ട്. കാർഡിനൽ ഫിഷാ. പക്ഷെ നല്ല വെറൈറ്റി ഫിഷസ് ഇതിനകത്തുണ്ട്. ആ മുള്ളുള്ള മീനാണ്. സൂപ്പർ കാണാൻ ഇത്തിരി പാടില്ല. കൊഞ്ചവിടെ കൊഞ്ചല്ല ഇതിനെ പറയുന്ന പേര് വേറെ എണ്ണമാണ്. ഷ്രിമ്പ് അല്ലേ? അങ്ങനെ എന്തോ എവിടെ ഉമ്മണി സാധനം? ഇതിന്റെ ബാക്കിയാണോ അതോ അപ്പുറത്തെ കാണുന്നത്? അല്ലല്ല ഇതിന്റെ പാതാണ്ടാ. ഓ പക്ഷെ ഇതിൽ കണ്ടുകൂടെ നമുക്ക് കേട്ടോ. ഒട്ടും ക്ലിയർ ഇല്ല. എണ്ണിക്കാണ് 1 2 3 4 5 6 7 8. ആമ ഓണോക്കടി. ആമ കണ്ടാ ആമ ഇംഗ്ലീഷ്. ടൊട്ടോയ്സ് ആമ പറയുള്ളൂ. അയല പക്ഷെ ഇത് അയല അല്ല. നല്ല പേടിയുള്ള മീൻ. ചേട്ടാ
ചേട്ടാ അത് സ്രാവാണ്. നമ്മളന്ന് കണ്ട അയല ഇങ്ങനെയൊന്നും കാണാനില്ല. പേടി ചേട്ടാ എടുത്തു. ആ മക്കളെ അച്ഛൻ എടുക്കും. നോക്കൂ പിന്നെ നല്ല മീനല്ലേ. ഓ നമ്മൾ ഇതിന്റെ എൻട്രൻസ് ആയിട്ട് മീനൊരു ഹായ് കൊടുക്കൂ. മീനെങ്ങനെ ഹായ് കൊടുക്കണം? ഹായ് കൈ പിടിച്ച് പോക്കോ. ആമ പിന്നെ വന്നടി. തോണ്ട് തോണ്ട് അവിടുത്തെ കണ്ണടി. ആമാ ആമ നീന്തണോക്ക്. കൊടുക്കണ ഇങ്ങോട്ട് വരുമോ? ആമ വരണോക്ക്. ആമക്കുട്ടാ ആമു ആമ ആ ആമേ നാണ്ട ഇതാണ് ആമ ഉണ്ടാ. ആമാ നമ്മുടെ തലയ്ക്ക് മീതെ പോവാൻ പോയത്. അവള് എക്സൈറ്റഡ് ആയിട്ട് എപ്പോഴാണ് എക്സൈറ്റഡ് ആയത്. സോ എക്സൈറ്റഡ്. അയ്യോ അതെന്തൊരു മീനടാ. സൂപ്പർ അല്ലേ. എല്ലാം വെരി വെരി ഗുഡ്. ബാറ്റ് ഫിഷ് കേവ്. കയ്യിനെക്കാളും വലുതാ. ആ അവിടെ ചെന്ന് വായിക്കേ. ബാറ്റ് ഫിഷ് കേവ്. അയ്യോ ഇനി തല നിർത്തിയാക്കൂല. ഇതെന്തിട്ടെ താഴോട്ടാണോ? ഇതിനകത്താണ് നമ്മൾ സ്റ്റാർ ഫിഷിനെ കണ്ടത്. പക്ഷെ ഇപ്പൊ കാണാനില്ല. ഉണ്ട് സ്റ്റാർ ഫിഷ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇവിടെ ഷാക്കോടെ ആ അതോ വന്നു. ഇത് നമ്മൾ വേറെ ഇവിടെ കാണൂല. ഇതിനാ അടുത്തോടെ പോകണേട്ടോ. ഇവിടെ കണ്ണായില്ലേ? അത് പറഞ്ഞേ Discovery Zone. Next. Yes. Shrimp fish. Shrimpനെ കാണാം. ആ ഇതാണ് shrimp. ഇതാണോ പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്നത്? ഓ അപ്പൊ ഇതൊക്കെ ഒറിജിനൽ ആണോ? ഇത് ഇത് സാധനം അല്ല തോന്നണല്ലേ. ഓ ഇതിനെ ഉദ്ദേശിച്ചിരിക്കുന്ന മീൻ ഏതായിരിക്കും? ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡിസ്കവർ ദ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ഡാംസെൽ ഫിഷ്. ആ ഫിഷിനെ മാത്രം ഞാൻ കണ്ടില്ല. ഓ ഈലല്ലേ. ഹൗ മെനി ഫിഷ് ക്യാൻ യു ഫൈൻഡ്? ഇതിനകത്ത് ഫിഷ് ഉണ്ട്. ഇത് എന്തായിരിക്കും തിന്നണത്? കിട്ടുന്നില്ല. ഇത് കടിക്കോ? കണ്ണടിക്കോ? ഇത് താഴെയുള്ളതിന്റെ കളർ ഒക്കെ കേട്ടാ നല്ല വെറൈറ്റി കളർ അല്ലേ. കൈ വെച്ചോ. അങ്ങനെ വന്ന് കൊത്തിയാൻ തിരിയും. അത് ഇഞ്ചിയാവും അല്ലേ. ഇതിന് രണ്ട് തല. ഇവിടെ ഒരു തല അതോ അവിടെ ഒരു തല. അത് പറയാം. മക്കളെ മീനിനെ കണ്ടതിനകത്ത് ഓ ഒളിച്ചു കിടക്കണേ. ഞണ്ടാ ഒളിച്ചു കിടന്നു ഇതിനകത്ത്. അലിഗേറ്റർ എവിടെ? ഓ ദാണ്ട് ഇവിടെ കിടന്നത്. ഇതാണ് അലിഗേറ്റർ. ഇത് കളർഫുള്ള്. ഇതാ ഇതിലും ഉണ്ട്. ഈല് ഉണ്ടാ കുഞ്ഞേട്ടാ ഇത് ബേബി. ഇതാണോ ഫിഷ്? ഇത് വേറൊരു സാധനം ഓടിപ്പോയായിരുന്നു. ഒരു അതാണ് പോയ അതല്ല തോണ്ട കൊടുക്കണം. താണ്ട കിടക്കുന്നത് ഉണ്ടാ മാലി. ആരാടാ നിന്റെ തല എവിടെ? ഓ ഇതാണ് തല. ഇതാണ് ഇതാണ്. ഓ പാറക്കല്ല് പോലെ ഇരിക്കണം. പക്ഷെ ഇത് മീനാണ്. എന്തൊരു ഫിഷ്? പഫ് പൊക്കുമ്പോ ഇതാണോ നമ്മൾ എടുക്കുമ്പോ പെരുവി വരുന്നതാണോ?
ഇത് കൊള്ളാം. ഇത് വേറെ വേറെ ഫിഷ് ഉണ്ടോ? വേറെ കുഞ്ഞു കുഞ്ഞു മീൻസ്. ഇവിടെ ഇതിലൊരെണ്ണല്ലേ ഉള്ളൂ. ആ ഇത് വാല, ഇത് ഏതിൻ്റെയോ വാല. ഇവിടെ ഞാൻ ഇത് വഴി ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കിടന്നത് തല. ഇത് പൊത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കും കേട്ടോ. ഇത് കടൽ കടൽ പാമ്പാണോ? അത് ഈലാണ്. കടൽ പാമ്പ് വേറെയാണോ? ഇത് റെഡ് സീ ഒക്ടോപ്പസ്. ഇതിൽ ഒക്ടോപ്പസ് എവിടെ എന്തോ കുറേ മണൽ ചേട്ടാ അതിനകത്തായിരിക്കുമോ? പിന്നെ എവിടെ ഒക്ടോപ്പസ്? ഒക്ടോപ്പസ് എവിടെ നിന്നാ? വലുതാണല്ലോ കാണിക്കുന്നത്. കാണാനില്ല കാണാനില്ല ഗ്യാസ് ഗൈസ്. എവിടെ? ഇവിടെയാണോ? അവിടെ അത് പൊടി പോലെ കാണുന്നതാണ്. ആ വെള്ളം സാധനം പക്ഷേ ഇത് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിൽ കാണാൻ പറ്റില്ല. എങ്ങനെ ആക്കിയിട്ട് കാണാൻ പറ്റില്ല. കറുത്തിരിക്കുന്നു. ഒരുപാട് ഉണ്ട് കേട്ടോ. ഞണ്ടാ ഇതെന്തിനാണ്? ഡെഡ് ഓർ അലൈവ്? ജീവനെ കൊണ്ടല്ലേ? എന്ത് ഫിഷ്? ഇവിടെ മൂന്നാലെണ്ണം കേട്ടോ. ഇവിടെ ഇവിടെ ജീവനാണോ? സൂപ്പർ കേട്ടോ. കറക്റ്റ് കണ്ടു പോലെ. സൂപ്പർ കേട്ടോ. ഉമ്മ ഇതിന്റെ പേര് സീബ്ര മൊറൈ. ഒരെണ്ണേ ഉള്ളൂ. എങ്ങോട്ടാ പോയി? ഒളിച്ചിരിക്കണ സീബ്ര? ആ രണ്ടെണ്ണം ഉണ്ട്. ഇംഗ്ലീഷ് സിനിമയിൽ എന്തോ ഉള്ളത് അല്ലേ? പക്ഷെ അതല്ല ഇതേ കളർ അല്ലല്ല. ഓ ഇതിന്റെ സിനിമ നീല കൂട്ടുകാരൻ. ഇവരെല്ലാരും ഉള്ള സിനിമയാണോ? ഞാൻ കണ്ടിട്ടില്ല. ഞാനിതേ അതൊരു സിനിമയിൽ എടുത്ത് പറയണത് കേട്ടാണ് അറിയാം. ഇത് ഈലാണ് കേട്ടാ. കണ്ട പൊങ്ങി പൊങ്ങി വരണില്ലേ? ഈൽസാണ്. നമ്മളെ ഒറ്റയ്ക്കുള്ള പെൻജിൻ ആര് കിട്ടിട്ടില്ലേ അല്ലേ? ഒറ്റയ്ക്കുള്ള പെൻജിൻ. എന്താ ഒരു സൈഡ് വലിവ്? ഇല്ല 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 എനിക്ക് കയറാൻ കൂടില്ല. സോറി, ഞാൻ ഇനി 60 വരുള്ളൂ. നീ അവിടെ എന്തൊക്കെ? ഞാൻ ഒറ്റയ്ക്ക് പോവാണ്. എനിക്ക് ആരും വേണ്ട. ഹായ് ചേട്ടാ. എനിക്ക് ആ തല. ഹായ് നിങ്ങൾ വേണ്ട കയറേ. ഹായ് പെൻഗിൻ. ഞാനല്ലാത്തൊരു കുഞ്ഞി പെൻഗിൻ. നമ്മുടെ പെൻഗിൻ. സൂപ്പർ ഏട്ടാ. ഒളിഞ്ഞു നോക്കണൊക്കെയാണ് കൂട്ടുകാരി. ചേട്ടാ ഞാനിവിടെ കണ്ടോട്ടാ. വേണ്ട ഇത് പോയ പെൻഗിൻ. പക്ഷെ അന്ന് ഇതിന് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നല്ലേ കേട്ടോ. ഒന്ന് കഴിഞ്ഞിരുന്നത് ഞങ്ങൾ ഫീൽ ചെയ്തതാ. ഭയങ്കര പയ്യാണല്ലോ. സൂപ്പർ പയ്യാണല്ലോ. തറയിൽ നടന്ന് കുറച്ച് വിശ്രമിക്കാം. മക്കൾ താഴെ ഇറങ്ങി നോക്കണ. നോക്കണ നോക്ക് നോക്കുന്ന. കാണണില്ലേത് പോയടേ കല്ലിനെ പോലെ തോന്നി എനിക്ക്. കൊച്ചിട്ട് പോണാ ചേച്ചിയോടാ? ഡേ ഡി ഡി ഇമ 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 ഇതോ പോണാ ചേട്ടാ. നമുക്ക് ഇവിടെ ഇരുന്ന്
അയ്യോ ഞാൻ കൊണ്ട് ആ ഓക്കെ ഗ്രേറ്റ്. ജെല്ലി ഫിഷ്. ഷാർക്ക്. തുറക്കൂ സീസേ. അയ്യോ അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഡോൾഫിൻ തിയേറ്ററിൽ കയറാൻ പറ്റില്ല, അടച്ചിട്ടിരിക്കണ. ഇത് രണ്ടെണ്ണം കടൽ നീർ നീർ എന്താ സാധനം. ബൈ.